ആസ്വാദനത്തിൻ്റെ 80% പ്രദാനം ചെയ്യുന്നത് കണ്ണാണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവവും കണ്ണാണ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി. ഒരു വസ്തുവിനെ കാണാൻ സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞ ദൂരമാണ് 25 സെൻറ്റിമീറ്റർ. അതായത് കണ്ണും വസ്തുവും തമ്മിൽ മിനിമം 25 സെൻറ്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. കണ്ണിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിനും വിറ്റാമിൻ എ ആണ്. തേനിലും പാലിലും അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ. നേത്രകോടരത്തിനുള്ളിലാണ്, അതായത് ഐ ഓർബിറ്റിൻ്റെ ഉള്ളിലാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. നേത്രകോടരത്തിനുള്ളിൽ കണ്ണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യകൺപേശികളാണ്. കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ. കണ്ണിന് ദൃഢതയും ആകൃതിയും ബലവും നൽകുന്ന പാളിയാണ് ദൃഢപടലം. കണ്ണിൻ്റെ രണ്ടാമത്തെ പാളിയാണ് രക്തപടലം അഥവാ കൊറോയിഡ്. ധാരാളം രക്തക്കുഴലുകൾ അടങ്ങിയ കണ്ണിൻ്റെ പാളിയാണ് രക്തപടലം. കണ്ണിന് ആവശ്യമായ ഓക്സിജൻ പോഷകവുമെല്ലാം എത്തിക്കുക എന്നതാണ് രക്തപടലത്തിൻ്റെ ഫംഗ്ഷൻ. പ്രതിബിംബം രൂപപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗമാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത് ദൃഷ്ടിപടലത്തിലാണ്. യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം രൂപം കൊള്ളുന്നത് റെറ്റിനയിലാണ്. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗം പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് കൺജങ്ക്റ്റൈവയാണ്. മുന്നോട്ട് തള്ളി നിൽക്കുന്നതും പ്രകാശത്തെ കടത്തിവിടുന്നതുമായ, അതായത് സുതാര്യമായ കണ്ണിൻ്റെ ഭാഗമാണ് കോർണിയ. ഐറിസിന് ഡാർക്ക് കളറ് അഥവാ കടുപ്പമുള്ള കളറ് കൊടുക്കുന്നത് മെലാനിനാണ്. നമ്മുടെ കണ്ണിലെ കറുത്ത നിറമാണ് ഐറിസ്. ഐറിസിൻ്റെ നടുവിൽ കാണുന്ന ചെറിയ സുഷിരമാണ് പ്യൂപ്പിൾ. പ്രകാശ തീവ്രത അനുസരിച്ച് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ഭാഗമാണ് പ്യൂപ്പിൾ. കണ്ണിലെ ലെൻസിൻ്റെ ആകൃതി കോൺവെക്സ് ആകൃതിയാണ്. കോൺവെക്സ് ലെൻസിൻ്റെ ആകൃതിയാണ്. കണ്ണിലെ ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. കോർണിയയും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന അറയാണ് അക്വസ് അറ. അക്വസ് അറയിൽ കാണപ്പെടുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. കണ്ണിന് ആവശ്യമായ ഓക്സിജനും പോഷകവും എത്തിക്കുക എന്നതാണ് അക്വസ് ദ്രവത്തിൻ്റെ പ്രത്യേകത. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വലിയ അറയാണ് വിട്രിയസ് അറ. നമ്മുടെ കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ. വിട്രിയസ് അറയിലെ ദ്രവം അറിയപ്പെടുന്നത് വിട്രിയസ് ദ്രവം എന്നാണ്. വിട്രിയസ് ദ്രവം അർദ്ധഖരാവസ്ഥയിലാണ് ഉള്ളത്, അതായത് സെമി ലിക്വിഡ് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. വിട്രിയസ് ദ്രവം നമ്മുടെ കണ്ണിന് ആകൃതി നൽകുന്നു. ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത് പീതബിന്ദുവിലാണ്, യെല്ലോ സ്പോട്ടിലാണ് കാണപ്പെടുന്നത്. പീതബിന്ദു റെറ്റിനയിലാണ് കാണപ്പെടുന്നത്. പ്രകാശകോശങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത, അതായത് കാഴ്ചയില്ലാത്ത ബിന്ദുവാണ് അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട്. കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങളാണ് കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും. റോഡ് കോശങ്ങൾ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. കോൺ കോശങ്ങൾ തീവ്ര പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് ഐഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ. റോഡോപ്സിൻ അറിയപ്പെടുന്നത് വിഷ്വൽ പർപ്പിൾ എന്നാണ്. അയഡോപ്സിൻ അറിയപ്പെടുന്നത് വിഷ്വൽ വയലറ്റ് എന്നാണ്. കണ്ണുനീർ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. കണ്ണിനുള്ളിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള എൻസൈമാണ് ലൈസോസൈം. എന്നാൽ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഘടകമാണ് ലൈസോസോം. കോശങ്ങളിലെ ചില കോശങ്ങളെയെല്ലാം
വിഴുങ്ങി നശിപ്പിക്കാൻ കഴിവുള്ള കോശഘടകമാണ് ലൈസോസോം. ലൈസോസൈം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക്. കണ്ണുകൾക്ക് തിളക്കം നൽകുന്നത് സിങ്കാണ്. കുട്ടികൾക്ക് ജനിച്ച് 3 ആഴ്ച പ്രായമാകുമ്പോഴാണ് കണ്ണുനീര് ഉത്പാദിപ്പിക്കുന്നത്. നമ്മുടെ കണ്ണിൽ നിന്നും നോക്കുന്ന വസ്തുവിലേക്ക് അനുസരിച്ച് കണ്ണിൻ്റെയും ലെൻസിൻ്റെയും വക്രതയിൽ വ്യത്യാസം വരുത്തി ഫോക്കൽ ദൂരം അഡ്ജസ്റ്റ് ചെയ്യുന്ന കണ്ണിൻ്റെ കഴിവിനെ സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നു. ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ ആ വസ്തു നമുക്ക് തരുന്ന ദൃശ്യാനുഭവം, അത് വസ്തുവിൻ്റെ ദൂരം 1/16 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്നു. ഈ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് അറിയപ്പെടുന്നത്. ഷോർട്ട് സൈറ്റ് അഥവാ ഹ്രസ്വദൃഷ്ടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മയോപ്പിയ. ഷോർട്ട് സൈറ്റ് ബാധിച്ചവർക്ക് അകലെയുള്ള കാഴ്ചകൾ വ്യക്തമായി കാണാൻ സാധിക്കില്ല. ഷോർട്ട് സൈറ്റിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണ്. ഷോർട്ട് സൈറ്റ് ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ലോങ് സൈറ്റ് അഥവാ ദീർഘദൃഷ്ടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ. ലോങ് സൈറ്റ് ഉള്ളവർക്ക് പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് പുറകിലാണ്. ലോങ് സൈറ്റ് ഉള്ളവർക്ക് അടുത്തുള്ള കാഴ്ചകൾ വ്യക്തമാകില്ല, എന്നാൽ അകലെയുള്ള കാഴ്ചകൾ വ്യക്തമായി കാണാം. ലോങ് സൈറ്റ് ഉള്ളവർക്ക് കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും ഒരുമിച്ച് വരുന്ന അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. നേത്ര ലെൻസിലെ വക്രത അഥവാ ചെറിയ വളവ് മൂലം ശരിയായ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ രൂപപ്പെടില്ല. ഈ അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം അഥവാ വിഷമദൃഷ്ടി. അസ്റ്റിഗ്മാറ്റിസത്തിന് ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ടറിക്കൽ ലെൻസ്. നേത്രഗോളത്തിനുള്ളിൽ മർദ്ദം ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. നിശബ്ദമായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമയാണ്. കണ്ണുനീര് ഒട്ടും തന്നെ ഇല്ലാതെ കണ്ണ് വറ്റി വരണ്ട് ഇരിക്കുന്ന, അതായത് കണ്ണിൻ്റെ നേത്രാവരണവും കോർണിയയും വറ്റി വരണ്ടിരിക്കുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ കാരണം വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് സിറോഫ്താൽമിയ വരുന്നത്. രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിലൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. നിശാന്തത വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് വരുന്നത്. നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ്. പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പ്, പച്ച, നീല, ഇതിൽ വർണ്ണാന്ധതയുള്ളവർക്ക് ചുവപ്പും പച്ചയും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. നീല മാത്രമേ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരേയൊരു പ്രാഥമിക വർണ്ണമാണ് നീല. കളർ ബ്ലൈൻഡ്നെസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോൺ ഡാൾട്ടൺ. കളർ ബ്ലൈൻഡ്നെസ്സിന്, അതായത് വർണ്ണാന്ധതയെ മറ്റൊരു പേര് വിളിക്കുന്നത് ഡാൾട്ടനിസം എന്നാണ്. ഡാൾട്ടനിസം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റാണ് ഇഷിഹാര. 2 കണ്ണുകളും ഒരു വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കോങ്കണ്ണ് അഥവാ കണ്ണുകളുടെ പേശികൾ ചലിക്കാത്ത അവസ്ഥയാണ് ഇത്. ചെങ്കണ്ണ് എന്ന് പറയുന്നത് കണ്ണിന് ഉണ്ടാകുന്ന അണുബാധയാണ്. കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് അറിയപ്പെടുന്നു. പ്രായമാകുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് അഥവാ പ്രെസ്ബയോപ്പിയ. പ്രായം കൂടുമ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. ലോകത്തിൽ ആദ്യമായി തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്ത സയൻറ്റിസ്റ്റാണ് സുശ്രുതൻ, ഇന്ത്യക്കാരനാണ്.
കോർണിയ മാറ്റി പുതിയ കോർണിയ വച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ട രീതി 6 മീറ്റർ അകലെ നിന്നാണ് ഇത് വായിക്കേണ്ടത്. അടുത്തത് ചെവി. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. ചെവിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേൾക്കാൻ സഹായിക്കുക, അതുപോലെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക. ചെവിയെ 3ആയി തരംതിരിക്കാം: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. പുറത്തുനിന്നുള്ള ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക്, അതായത് ഓഡിറ്ററി കനാലിലേക്ക് എത്തിക്കുന്നത് ചെവിക്കുടയാണ് അഥവാ പിന്നയാണ്. കർണപടം അഥവാ ഇയർ ഡ്രമ്മിലേക്ക് ശബ്ദം എത്തിക്കുന്നത് കർണനാളമാണ്. ചെവിയിലെ മെഴുക് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് കർണനാളത്തിലാണ്. ശബ്ദതരംഗങ്ങൾ കൊണ്ട് കമ്പനം ചെയ്യുന്ന ഭാഗമാണ് കർണപടം. ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും വേർതിരിക്കുന്നത് കർണപടമാണ്. കർണപടത്തിൻ്റെ ഇരുവശമുള്ള മർദ്ദത്തെ ക്രമീകരിക്കുന്നത് യൂസ്റ്റാഷ്യൻ നാളി അഥവാ യൂസ്റ്റാഷ്യൻ ട്യൂബാണ്. കർണപടത്തിൽ കമ്പനം കൊള്ളുന്ന ശബ്ദതരംഗങ്ങളെ ആന്തരകർണത്തിലേക്ക് കൊടുക്കുന്ന ഭാഗമാണ് അസ്ഥി ശൃംഖല. ചുറ്റികയുടെ ആകൃതിയുള്ള അസ്ഥി ശൃംഖലയിലെ ഭാഗമാണ് മാലിയസ്. കുടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള അസ്ഥി ശൃംഖലയിലെ ഭാഗമാണ് ഇൻകസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. മധ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്നത് അസ്ഥി നിർമ്മിത ഭിത്തിയാണ്. തലയൊട്ടിയുടെ ഉള്ളിൽ സംരക്ഷിക്കപ്പെടുന്ന ചെവിയുടെ ഭാഗമാണ് ആന്തരകർണം. ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗമാണ് അർദ്ധവൃത്താകാര കുടലുകൾ അഥവാ സെമി സർക്കുലർ കനാൽസ്. ശ്രവണത്തിന് സഹായിക്കുന്ന ശ്രവണഗ്രാഹികൾ കാണപ്പെടുന്നത് കോക്ലിയയിലാണ്. കോക്ലിയയുടെ ആകൃതി ഒച്ചിൻ്റെ ആകൃതിയാണ്. കോക്ലിയയുടെ ഉള്ളിലെ അറകളുടെ എണ്ണം 3. ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റെപ്പീഡിയസ്. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ചെവി പരിശോധിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ്.